ഹലോ ഗായ്സ്, ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ബോഷില്ലേ, മറ്റേ ഇലക്ട്രിക്കൽ കമ്പനി. ഇലക്ട്രിക്കലല്ല, കുറേ സാധനങ്ങളുണ്ട് അവർക്ക്. ആ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വരിക. ഇതിപ്പോൾ ഞങ്ങളുള്ളത് തമിഴ്നാട്ടിൽ തിരുനെൽവേലിയില്ലേ, അവിടെയാണ് ഞങ്ങളുള്ളത്. സംഭവം ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ നടന്നു നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഹോട്ടലിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഞാനുണ്ട്, രാവണുണ്ട്, രണ്ടുപേരേ ഉള്ളൂ. സ്ഥലം കണ്ടോ? നല്ല രസമില്ലേ? ഒരു രക്ഷയില്ല. അതാ വെള്ളം മൊത്തം ഇങ്ങനെ റിസർവ് ചെയ്ത് വെച്ചേക്കുക. ഇത്തരം വെയിലാണെങ്കിൽ പോലും ഇവിടെ ആവശ്യത്തിന് വെള്ളം ഉണ്ടതാ. ഭയങ്കര വെയിലാട്ടോ. പിന്നെ ഇന്റർവ്യൂവിനെ പറ്റി പറയാനാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ഇവന്റെ ഫസ്റ്റ് ആയിരുന്നു. എൻ്റെ മൂന്നാമത്തെയാ. കിട്ടുമെന്ന് അറിയത്തില്ല. അതെ അതെ. ഇന്ന് ഇനിയിപ്പം ഒരു റിസൾട്ട് പറയോ വൈകിട്ട്? ഇന്നോ നാളെയോ? നാളെ ആവുമായിരിക്കും. അവർ ഇന്നലെ ഒരു ഇന്റർവ്യൂ കൂടി കണ്ടക്ട് ചെയ്തായിരുന്നു ബാക്കിയുള്ള സ്റ്റുഡൻസിന്. അതും കൂടി വെച്ചിട്ട് നാളെ ഒരു റിസൾട്ട് പറയുന്ന പറഞ്ഞു. നാളെ ആയിരിക്കും. അച്ഛൻ വരും. അച്ഛൻ വന്നു. ഇനിയിപ്പോൾ കാറി കയറി പോവാം നമുക്ക്. സ്ഥലം കണ്ടോ? അപ്പൊ ഇനിയിപ്പോൾ ഇതിനകത്ത് കയറി പോവാ. ഒരു മിനിറ്റ്. അതെ, ഒന്നും പ്രതീക്ഷിക്കാത്തൊരു അവസ്ഥയാണ്. നമ്മളെ കമ്പനി ചേർന്ന് പ്ലേസ്ഡ് ആണെങ്കിൽ മാത്രമല്ല ഇങ്ങനെ 5 വർഷത്തിന് ശേഷം നിങ്ങൾ എന്താ അതിനെപ്പറ്റി ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് 15 വർഷത്തിന് ശേഷം നിങ്ങൾ എവിടെയാണ് നിങ്ങളെ കാണുന്നത്. ഞങ്ങൾക്ക് ആദ്യം ഒന്ന് ചെക്കായി, പിന്നെ അതിന് ശേഷം ഞാൻ ഓണ്ടർപ്രണർഷിപ്പ് എന്നെല്ലാം പറഞ്ഞെങ്കിൽ തട്ടി. പക്ഷെ തട്ടിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായത് അണ്ണൻ അതിൽ പിടിച്ച് കയറുന്നു. ചങ്ങായി ചോദിച്ചു, ഈ പെന്ന് ആണ് നീ വിൽക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നീ ഇതെങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു? കഴിഞ്ഞില്ലേ? പിന്നെ എന്തെല്ലാം പറഞ്ഞ് ഒപ്പിച്ച് അതിന് ശേഷം HR കയറി. HR വലിയ കുഴപ്പമില്ല. ഇങ്ങനെ പോകുന്ന വഴിക്ക് എന്തൊക്കെ ഫാക്ടറികളൊക്കെ ഉണ്ട്. ഇതെന്തോ സിമെന്റ് ഫാക്ടറി ഒക്കെ തോന്നുന്നു. എന്ത് വലിപ്പമല്ലേ, കാണാൻ നല്ല രസമുണ്ട്. എന്തായാലും അടുത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം. പിന്നെ റോഡ് ഒരു രക്ഷയില്ല ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ ടൗണിലുള്ള തിരുനെല്ലി ടൗണായത്. ഇതെന്തോ എനിക്ക് അറിയുന്നുണ്ട്, ബസ് സ്റ്റാൻഡ് കാണാൻ തോന്നുന്നു. എന്തായാലും ഞാൻ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഫുൾ ഫോർമൽ ഡ്രസ്സാണ്. ഷൂ, ഷർട്ട്, പാൻറ്, വൻ സെറ്റപ്പാ. നമ്മൾ കഴിക്കാൻ പോവാം. ശരവണ ഭവൻ. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. തമിഴ്നാട് സ്റ്റൈൽ ഫുഡാണ്. സദ്യ പപ്പടം കണ്ടു, ഇത്ര ഉണ്ടോ? എന്ത് വലുതാ നോക്ക്. എൻ്റെ കൈ ഇത്രയുള്ളൂ. നമ്മളങ്ങനെ ഹോട്ടലിലെത്തി ഗൈസ്. ഇതിപ്പം ഇനിയിപ്പോൾ ഒന്നുമില്ല, പാക്ക് ചെയ്ത് തിരിച്ചു പോകണം, അത്ര തന്നെ. ഈ ഇന്റർവ്യൂ എത്താൻ വേണ്ടി മാത്രം വന്നതാണ്, പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല. കാരണം നാളെ ഇന്നൊരു പരീക്ഷ ഉണ്ടായിരുന്നു, ആ പരീക്ഷ എഴുതാൻ പറ്റിയില്ല. ഞാൻ റൂം കാണിച്ചു തരാം. ഇതാണ് റൂം. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിക്ക് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ആദ്യമേ കുറേ കാറ്റാടി പാടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എപ്പോഴും ആ റൈറ്റ് സൈഡിൽ ഇങ്ങനെ വെസ്റ്റേൺ ഗഡ്സ് കാണാം കേട്ടോ. ആ മലനിര ഇങ്ങനെ കാണാം. അങ്ങനെ കാറ്റാടി പാടങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സന്ധ്യയായി. സൺസെറ്റ് ഒരു രക്ഷയില്ല. കണ്ടോ നിങ്ങൾ? നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. ആ മലയ്ക്കിടയ്ക്ക് കൂടെ വെളിച്ചം ഇങ്ങനെ അടിക്കുന്നത്. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ കഴിഞ്ഞ് വന്ന് രാത്രി ആയപ്പോഴത്തേക്ക് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഹോസ്റ്റലിലെത്തി. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനായി സബ്സ്ക്രൈബ്.